ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീനമാസ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് മീനമാസ ഫലം, അതായത് ഇംഗ്ലീഷ് വർഷ കണക്കനുസരിച്ച് 2026 മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ, ഉയർന്ന ഭാഗ്യാവസ്ഥ വരുന്ന നക്ഷത്രങ്ങൾ, അത് 6 രാശിക്കാരാണ്. 6 രാശിക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങൾ, ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ 6 രാശിക്കാർക്കും വന്ന് ഭവിക്കുന്നതിന് ഭാഗ്യവും യോഗവും ഉണ്ട്. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ തൊഴിൽ വിജയങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും. അത് പലതരത്തിലും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുകയോ അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് കന്നി രാശിക്കാർ. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാർക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഒക്കെയുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, അതായത് വിദേശത്ത് പോകുവാൻ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ഒരു ജോലി, പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയത് യുവതി യുവാക്കൾക്ക് വന്നു ചേരുവാൻ യോഗമുണ്ട്. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മക്കൾക്ക് അങ്ങനെ ജോലി കിട്ടുവാൻ യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് വിവാഹ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ജാതകം നോക്കണം. എങ്കിലും വിവാഹം നടക്കുവാനൊക്കെ വളരെ യോഗമുള്ള ഒരു ഫലമാണ് ഗോചര ഫലം കൊണ്ട് കാണുന്നത്. തൊഴിൽ പുരോഗതിയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ഐക്യം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവുമുള്ള മാസമാണ്. അതുപോലെ തന്നെ മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും മറ്റ് ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവർ, ഗവൺമെൻറ് ജോലിക്കാരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് പറയുമ്പോൾ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികളും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. കടങ്ങൾ വീടുന്നതിന് യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില ഓഫറുകൾ വന്നു ചേരുകയും പ്രസിദ്ധി വന്നു ചേരുകയും ഒക്കെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇന്ന് പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഇതുപോലെയുള്ള ഭാഗ്യാവസ്ഥകളുണ്ട്. അത് കലയുടെ കാരകനായ ശുക്രൻ, അത് വാഹനകാരകനാണ്. വാഹനം വന്നു ചേരുക, കലാപരമായ രംഗങ്ങളിൽ ഉയർച്ചകൾ വന്നു ചേരുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നു ചേരും. അതുപോലെ മറ്റൊരു രാശിക്കാരാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ചില വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ പോകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന, മുമ്പേ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം നടക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും, ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിന്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന്, മംഗളകാര്യങ്ങൾ പങ്കെടുക്കുക, അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുക, ബന്ധുക്കളുമായുള്ള സമാഗമം വന്നു ചേരുക, അങ്ങനെ ഉത്തമ സന്താനഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ധനുരാശിക്കാർക്ക് വന്നു ചേരും. മീനമാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന, മീനം രാശിക്കാരുമായിരിക്കുന്ന, അതായത് കുംഭം രാശിക്കാരായിരിക്കുന്ന
അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3, 4 പാദങ്ങൾ 3 പാദങ്ങൾ വരെ കുംഭം രാശി. മീനം രാശിയായ കുംഭം രാശിയിൽപ്പെടുന്ന പൂരിട്ടാതി 3-ാം പാദം കഴിഞ്ഞ് 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. അതായത് അവിട്ടത്തിൻ്റെ 3-ാം പാദം മുതൽ രേവതി വരെയുള്ള 2 രാശിക്കാർക്കും ഈ മീനം രാശിയിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും, തൃപ്തികരമായിരിക്കും. രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും ശ്രേയസ്സും യശസ്സും വന്നു ചേരുക, ഒരു പ്രവർത്തന രംഗത്ത് ഒരു ഉന്മേഷം വന്നു ചേരുക, ബിസിനസ് രംഗത്ത് പുതിയ പുതിയ ഇടപാടുകൾ വന്നു ചേരുക, സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുക, ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് നല്ലതാണ്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായിക്കുന്നതിനും സാമ്പത്തികമായ നേട്ടങ്ങൾ ആ വഴി ഉണ്ടാകുന്നതിനും സാധിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ നക്ഷത്രക്കാരും അവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പ്രതീക്ഷ ഇല്ലേ എങ്കിൽ പോലും PSC ടെസ്റ്റുകളിലൊക്കെ എഴുതുന്നവർക്ക്, റിസൾട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിനും ജോലിയിലൊക്കെ അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന് ചേരുന്നതിനും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് ലാഭങ്ങൾ വന്നു ചേരും. അതുപോലെ സുഖജീവിതം വന്നു ചേരും, കുടുംബത്തെ സന്തോഷവും സമാധാനവും വന്നു ചേരും. അതൊക്കെയാണല്ലോ ഏറ്റവും ആവശ്യം. കടങ്ങൾ വീടുക, നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോവുക, അങ്ങനെ പല രീതിയിലുള്ള അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പേരും നക്ഷത്രവും കൂടി. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.